ഹായ്, വെൽക്കം ടു ക്രാഫ്റ്റ് ട്രീ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കോറാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് 2 ഷീറ്റ്സ് ഓഫ് സ്ക്വയർ പേപ്പറാണ് വേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിൽ A4 സൈസ് പേപ്പർ ആണോ എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ സ്ക്വയർ പേപ്പർ ആക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ പേപ്പർ നിങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ കാണും. ആ ഒരു പേപ്പറും കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം സ്ക്വയർ പേപ്പറിൻ്റെ ഞാൻ ആദ്യം പറയാം. സോ ഈ ഒരു A4 സൈസ് പേപ്പറിനെ നമുക്ക് സ്ക്വയർ ആക്കാനായിട്ട് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഡയഗണലി ഫോൾഡ് ചെയ്യാം. ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ റിവേഴ്സിലെടുത്ത് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 ഷീറ്റ്സ് ഓഫ് സ്ക്വയർ പേപ്പേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മൾ ചെയ്യുന്നത് യെല്ലോയും ബ്ലൂവും വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് ബ്ലൂ പിന്നെ ഡയഗണലി ഫോൾഡ് ചെയ്യുക, റിവേഴ്സിലും ഫോൾഡ് ചെയ്യുക. നമ്മൾ പ്രിലിമിനറി ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ക്വയർ ബേസ്. അപ്പം തിരിച്ച് ഹൊറിസോണ്ടലി മടക്കുക. എന്താണ് പ്രിലിമിനറി ബേസ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോയും ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ. ഇത് ചെയ്തിട്ട് മനസ്സിലാവാത്തവർ. ഓക്കെ, നമ്മൾ നേരെ ഫോൾഡ് ചെയ്തു. അങ്ങനെ 2 ഡയഗണലിയും ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും നമുക്ക് ഫോൾഡ് ചെയ്തു. ഇനിയും ഈ ഡയഗണലി ഫോൾഡ് ചെയ്ത ഫോൾഡിനെ നമ്മൾ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഓപ്പണിംഗ് ഇല്ലാത്ത ഭാഗം പോയിന്റ് ചെയ്ത് വരുന്നത് പോലെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. ഈ സൈഡും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. നേരെ തിരിച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ ഡയഗണലി ഫോൾഡ് ചെയ്യുക. ഓപ്പൺ ചെയ്യാം. ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് സെൻട്രൽ ഈ സൈഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് ഇതിനെ സ്ക്യൂസ് ചെയ്യാം. കണ്ടോ? എന്നിട്ട് നേരെ തിരിക്കുക. ഇങ്ങനെ 4 സൈഡും ഓപ്പൺ ചെയ്ത് സ്ക്യൂസ് ചെയ്തെടുക്കുക. നേരെ തിരിച്ചു. നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച ഈ 2 പോർഷനുണ്ട്, ഓപ്പൺ ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്യാം. ഈ ഒരു സൈഡും കൂടെ അതേപോലെ തന്നെ ചെയ്യും. സെൻറ്ററിൽ കൂടി ഒന്നുകൂടെ മടക്കുക, ഈ സൈഡും അതുപോലെ മടക്കുക. അപ്പം ഈ ഒരു സെയിം സ്റ്റെപ്പ് നമുക്ക് നെക്സ്റ്റ് ഷീറ്റ് ഓഫ് പേപ്പറിലും ചെയ്യണം. നമുക്ക് റിവേഴ്സിലെടുക്കാം.
ഇതുപോലെ നമുക്ക് 2 സെറ്റ്സ് ഓഫ് പേപ്പേഴ്സ് കിട്ടും. ഇതിങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോയിൻറ്റിൻ്റെ ഈ പോയിൻറ്റഡ് ആയിട്ട് വരുന്ന ഇത് ഫുൾ അകത്തേക്കാണ് പോകുന്നത്. സോ ഏതെങ്കിലും ഒരു ഫോൾഡ് എടുക്കുക, ഇതകത്തോട്ട് വരത്തക്ക വിധത്തിൽ കുറച്ച് കയറ്റി വെക്കുക. കണ്ടോ, ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള അകത്തോട്ടും ഇപ്പുറത്തെ പോയിൻറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്തേക്കും കയറുക. അങ്ങനെ ഒരെണ്ണം കുറച്ച് മാത്രം കയറ്റാവുള്ളൂ, ഫുള്ള് കയറ്റരുത്. ഓക്കെ, അതവിടെ ഫോൾഡ് ചെയ്ത് നിങ്ങൾ പിടിക്കുക. നെക്സ്റ്റ് ഫോൾഡും അതേപോലെ തന്നെ ഈ യെല്ലോ അകത്തോട്ടും വയ്ക്കുക. ദാ ബ്ലൂ പുറത്തേക്കും വന്നു. അടുത്ത ഫോൾഡ് മടക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ബ്ലൂ അടിയിലോട്ട് പോയി യെല്ലോ പുറത്ത് വരിക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണിത്. ഇത് ഫുള്ളി അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഓരോന്നും ലെങ്ത് ഉള്ളത് എപ്പോഴും ഇപ്പുറത്തേതിൻ്റെ അടിയിലോട്ട് പോകും. അപ്പോൾ ലാസ്റ്റ് പോർഷൻ എത്തുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ ഫോൾഡും പിടിക്കുക. ഇതാ കണ്ടോ, എല്ലായിടവും അകത്തേക്ക് കയറി. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഒരെണ്ണം അകത്തോട്ട് കയറ്റി അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനെ ഒന്ന് പ്രസ് ചെയ്യുക. ഏത് പോർഷനാണോ ഓരോ പോയിന്റും ഇതുപോലെ അകത്തേക്ക് കയറ്റി പ്രസ് ചെയ്യും. ഓക്കെ, ഇതുപോലത്തെ ഡെക്കറേഷൻസ് ആണ്. അത് സിമ്പിളായിട്ട് ഹാങ് ചെയ്യാം. ഒരു ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ അകത്തോടെ ത്രെഡ് ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ഇനിയുള്ള ഇതുപോലത്തെ ഒറിഗാമി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.